ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ബാറ്ററി ചേഞ്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഏകദേശം ഒരു കൊല്ലത്തോളമായിട്ട് ഇത് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. മിക്കവാറും ബാറ്ററി പോയിട്ടുണ്ടാവും. ബാറ്ററി ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. ഒട്ടും തന്നെ കൺസോളിൽ തെളിയുന്നില്ല, അതുപോലെ തന്നെ സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഫസ്റ്റ് നമുക്ക് ഈ സൈഡ് കവർ അഴിക്കേണ്ടതുണ്ട്. ഈ ബ്ലാക്ക് പോർഷൻ അഴിക്കണം. അതിനായിട്ട് നമുക്ക് 2 പ്ലാസ്റ്റിക് സ്ക്രൂ അഴിക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡ് കവർ അഴിക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മുടെ വണ്ടിയിൽ തന്നെയുള്ളൊരു എൽ കീ ഉണ്ട്. ആ എൽ കീ ഉപയോഗിച്ചിട്ട് ഈ സ്ക്രൂ അഴിക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ക്രൂ അഴിച്ചെടുക്കാൻ പറ്റും. എൽ കീ മാത്രം ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. സ്ക്രൂ ഡ്രൈവറൊന്നും വെച്ച് ഊരി പോരത്തില്ല. ഇനി നമുക്ക് പ്ലാസ്റ്റിക് സ്ക്രൂ ഒക്കെ അഴിച്ചെടുക്കാം. പ്ലാസ്റ്റിക് സ്ക്രൂ അഴിക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂവിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. താഴെയായിട്ട് മറ്റൊരു സ്ക്രൂവും കൂടെ ഉണ്ട്. അതും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് കഴിഞ്ഞ് പോരും. പോന്നിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ഒരു പ്ലാസ്റ്റിക് സ്ക്രൂവിൻ്റെ പൊസിഷൻ. അടുത്തത് ഇവിടെയാണ് വരുന്നത്. അത് ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് 3 റബ്ബർ ബുഷാണ്. അത് ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി, അവിടെ ഇരുന്നോളൂ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു ലോക്ക് നമ്മൾ ബാക്കിലേക്ക് തള്ളിയിട്ട് വേണം ഊരിയെടുക്കാൻ, അല്ലെങ്കിൽ ആ ലോക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ബാറ്ററി അഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോൾട്ടാണ് അഴിക്കേണ്ടത്. ബോൾട്ട് അഴിക്കുമ്പോഴത്തേക്കും ആ ഒരു കവർ ചെയ്തിരിക്കുന്ന മെറ്റൽ പീസും കൂടെ അഴിഞ്ഞു പോരും. നമുക്ക് ബാറ്ററി അഴിക്കാൻ നോക്കാം. അഴിഞ്ഞു പോന്നു കഴിഞ്ഞു. നമുക്ക് ബാറ്ററി ഊരിയെടുക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ കണക്ഷൻസ് പിടിക്കണം. ബാറ്ററിയുടെ കണക്ഷൻ, ഒരു കണക്ഷൻ ഈ സൈഡിൽ നിന്ന് അഴിച്ചെടുക്കാൻ പറ്റും. ഒരെണ്ണം നമ്മൾ സ്ക്രൂ ഡ്രൈവർ മേളിൽ കൂടി ഇട്ടിട്ട് അഴിച്ചെടുക്കേണ്ടതുണ്ട്. സ്മൂത്തായിട്ട് ഊരി പോന്നിട്ടുണ്ട്. ഇത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. ഈ ബാറ്ററി കമ്പനി ഫിറ്റഡ് ആണ്. അപ്പം സെയിം സ്പെസിഫിക്കേഷൻസ് ഉള്ള ബാറ്ററി തന്നെ നമ്മൾ മേടിച്ച് ഫിറ്റ് ചെയ്യണം. ബാറ്ററിയുടെ കടയിൽ ഈ സെയിം ബാറ്ററി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരതിന് പാകത്തിനുള്ള ബാറ്ററി നമുക്ക് തരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ബാറ്ററിക്ക് എത്ര വോൾട്ടേജ് ഇപ്പം ഉണ്ടെന്ന് നോക്കാം. ചെറുതായിട്ട് വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും വണ്ടിയുടെ കൺസോൾ ഓൺ ആവാനും ഈ പവർ പോരാ. നമ്മൾ പുതിയതായിട്ട് വയ്ക്കാൻ പോകുന്നത് അമറോണിൻ്റെ ബാറ്ററിയാണ്. 48 മാസം വാറൻറ്റി ഉണ്ട് ഈ ബാറ്ററിക്ക്. പുതിയ ബാറ്ററി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം, എന്നാലേ ആ സ്ലോട്ടിലേക്ക് ഫിക്സ് ആവത്തുള്ളൂ. ഇതാണ് ബാറ്ററിയുടെ നമ്പർ. ഈ നമ്പർ നോക്കിയിട്ട് വേണം നമ്മൾ പുതിയ ബാറ്ററി മേടിക്കാൻ. അപ്പോൾ നമുക്കത് ഫിക്സ് ചെയ്ത് നോക്കാം, കറക്റ്റ് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നറിയാം. കറക്റ്റാണ്, സെയിം സൈസാണ്. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് തന്നെ അകത്തോട്ട് കയറുന്നുണ്ട്. ചില ബാറ്ററികൾ ഇപ്പോൾ നമ്മൾ നമ്പർ മാറിപ്പോയി കഴിഞ്ഞാൽ ഇതുപോലെ സ്മൂത്തായിട്ട് കയറത്തില്ല. പിന്നെ നമ്മൾ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ബാറ്ററി മാറ്റിയെടുക്കുക തന്നെ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറുന്ന ബാറ്ററി കൊണ്ട് പോയിട്ട് വേണം പുതിയ ബാറ്ററി മേടിക്കാൻ.
അല്ലെങ്കിൽ നമ്പർ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഓൺലൈനിലൊക്കെ മേടിക്കുകയാണെങ്കിൽ നമ്പർ കറക്റ്റായി നോക്കിയിട്ട് മാത്രം മേടിക്കുക. ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം കൂടെ തന്നെ ബാറ്ററിയുടെ കൂടെ തന്നെ നമുക്ക് കിട്ടും. പുതിയ സ്ക്രൂ ഒക്കെയാണ്. അപ്പം തുരുമ്പില്ലാതെ ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ സ്ക്രൂ ഒക്കെ ആയിരിക്കും ടെർമിനൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററിയുടെ കൂടെ ഉണ്ടാവും. ഇവിടെ നമ്മൾ നെഗറ്റീവ് ടെർമിനലാണ് ഫസ്റ്റ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും നമ്മൾ പോസിറ്റീവ് ടെർമിനലാണ് ആദ്യം കണക്ട് ചെയ്യേണ്ടത്. കാരണം എവിടെയെങ്കിലും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് എർത്താവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററീനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടെർമിനൽ ഫിക്സ് ചെയ്യാം. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലത്തെ കവറിനുള്ളിലൂടെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് വേണം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാറ്ററിയുടെ 2 ടെർമിനലും 2 ഡയറക്ഷനിൽ നിന്നാണ് അത് ഫിക്സ് ചെയ്യേണ്ടത്. ഒരെണ്ണം ടോപ്പിൽ നിന്നായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ടെർമിനൽ വയർ കൂടാതെ വേറൊരു എക്സ്ട്രാ വയറും കൂടെ ഉണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ഹോണിൻ്റെ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു വയറും കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആ വയറും കൂടെ നമുക്ക് ഈ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. എക്സ്ട്രാ ഹോണൊക്കെ വെച്ചിരിക്കുന്ന വണ്ടിയിലാണെങ്കിൽ ഇങ്ങനൊരു വയർ കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അതും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി വണ്ടി ഓൺ ചെയ്ത് നോക്കാം. വണ്ടി ഇപ്പോഴും സ്റ്റാർട്ടാവുന്നില്ല. ഫ്യൂവലിൻ്റെ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ടേക്ക് വരുന്നത്, അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാകാതെ വരുന്നത്. എന്തായാലും നമുക്ക് സൈഡ് കവറെല്ലാം ഫിറ്റ് ചെയ്യാം. സ്ക്രൂ എല്ലാം യഥാസ്ഥാനത്തിട്ട് പ്രസ് ചെയ്താൽ മതി. പ്ലാസ്റ്റിക് സ്ക്രൂ എല്ലാം പ്രസ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി, ലോക്കായിട്ടിരുന്നോളും. നമ്മുടെ വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്.
കുറേ നാൾ വണ്ടി ലോക്ക് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ബാറ്ററി പോകുന്നതായിരിക്കും. ഇതിപ്പം നമുക്ക് 4 വർഷം കിട്ടിയിട്ടുണ്ട് ബാറ്ററി. കൂടാതെ സ്പാർക്ക് പ്ലഗ് നമുക്ക് ഇതിൻ്റെ കൂടെ മാറുന്നത് നന്നായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ സ്പാർക്ക് പ്ലഗ് മാറുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ഓൾറെഡി മാറ്റിയിട്ടുണ്ടത്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് സ്പാർക്ക് പ്ലഗ് അഴിക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.